വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ വേഗത്തിൽ നമുക്ക് എങ്ങനെ ഒരു കുബൂസ് ഉണ്ടാക്കാം എന്നതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ രുചികരമായ ഒരു റെസിപ്പിയാണ്. ഇത് അവസാനം വരെ കണ്ടാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ. മാത്രമല്ല ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. ഒരു ബൗളിലോട്ട് ചെറിയ ചൂടുവെള്ളം 1 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് മാവ് കുഴയ്ക്കാൻ വേണ്ടി നമുക്ക് തയ്യാറാക്കി വയ്ക്കേണ്ട വെള്ളമാണ്. അതിനോടൊപ്പം 2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കേണ്ടത്. ഈസ്റ്റ് 2 ടീസ്പൂൺ ചേർത്ത് അതിനോടൊപ്പം പഞ്ചസാരയും 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇതിൽ മൈദ മാവ് നല്ല ഏതെങ്കിലും ബ്രാൻഡഡ് കമ്പനിയുടെ മൈദ വേണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കേണ്ടതാണ്. 10 മിനിറ്റ് ശേഷമാണ് ഈ മൈദ മാവ് കുറേശ്ശെ തട്ടി നമ്മൾ കുഴച്ച് ചപ്പാത്തിയുടെ പാകത്തിൽ കുഴച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് നന്നായി യോജിപ്പിച്ച് ഉപ്പിൻ്റെ അളവ് അവരവരുടെ രുചിക്കനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതിനോടൊപ്പം 1/4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഒരു 2 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഒരു കവർ കൊണ്ടോ ഒരു നനഞ്ഞ തുണി കൊണ്ടോ നമുക്ക് ഈ ബൗളൊന്ന് കവർ ചെയ്ത് 2 മണിക്കൂറിന് ശേഷമുള്ള മാവിൻ്റെ അവസ്ഥയാണ്. അതൊന്ന് ഇരട്ടിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ കയ്യിൽ അല്പം സൺഫ്ലവർ ഓയിൽ തടവി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റോളം കുഴച്ചെടുക്കേണ്ടതാണ്. കുഴച്ചെടുത്ത് നമുക്ക് ആവശ്യത്തിന് പാകത്തിനുള്ള മാവിൻ്റെ ഉരുളയാക്കി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഒരു 5ഓ 6ഓ ഉരുളയാക്കി നമുക്കതൊന്ന് വീണ്ടും ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം ചപ്പാത്തിയുടെ പാകത്തിൽ പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെ കാലം കട്ടി വേണം. ഒരു 2 ചപ്പാത്തിയുടെ കട്ടി ഇതിനാവശ്യമാണ്. ആ പാകത്തിലൊന്ന് പരത്തിയെടുത്ത് നമുക്ക് പാനിലിട്ട് ചുട്ടെടുക്കേണ്ടതാണ്. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ അല്പം എണ്ണ തടവിയതിന് ശേഷം വേണം നമ്മളിതൊന്ന് ബൗൾ ആക്കി എടുക്കേണ്ടത്. ഇതൊരു 10 മിനിറ്റ് വച്ചതിന് ശേഷം ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടെ കട്ടി ആക്കി നമുക്ക് പരത്തിയെടുക്കാം. ഇത് നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട്. ഇത് വളരെ രുചികരമായ ഒരു കുബൂസാണ്. കുബൂസിനോടൊപ്പം കഴിക്കാൻ വേണ്ടി ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ള കുബൂസാണ്. നല്ല സോഫ്റ്റാണ്. നമുക്ക് മാവ് കുഴയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. പരത്തിയതിന് ശേഷം ചപ്പാത്തി ചുടുന്നത് പോലെ ചുട്ടെടുക്കാവുന്നതാണ്.